കഥയുടെ പേര് വന്നിട്ട് ലൈഫ് ഈസ് ഗോൾഡ് എന്നാണ്. തുപ്പ് ഇനി അതിന്റെ കുറവ് കൂടെ ഉണ്ട്. സാരല്ല. അമ്പടോ ഡൽഹിക്കോ. ഞാൻ പതുക്കെ ഒന്ന് ഉപ്പാന്റെ ചാരത്തേക്ക് ചാരി. അതെങ്ങനെ വിചരിച്ചിട്ടുണ്ടാവും ഇന്ന് കാണിച്ചത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ലൈഫ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആണ് വായിക്കാനായിട്ട് പോണത്. ഇത് വളരെ പണ്ട് ഒരു യാത്ര എന്താ പറയുക, യാത്രാ വിവരണം ഒരു പ്രശസ്തമായ ഒരു വ്യക്തി എഴുതിയതാണ്. പക്ഷെ ഇത് പല കാരണങ്ങളാലും ഇത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ ഇന്ന് വായിച്ചിട്ട് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പബ്ലിഷ് ചെയ്യണം, ഇതിലൂടെ എനിക്ക് പബ്ലിക് ആക്കണം. ഇത് ഏകദേശം വേണമെങ്കിൽ വർഷമൊക്കെ പറഞ്ഞോ, ഏകദേശം ഒരു 6-7 വർഷം മുന്നെയാണെന്ന് പറയാം. ഏകദേശം ഒരു 2017-18 വർഷത്തിലാണ് ഇത് നടക്കുന്നത്. ഒരു സ്കൂൾ ഉണ്ടായിരുന്നു പണ്ട് എരുമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. പറഞ്ഞു വരുമ്പോ ഞാനും അതിൽ പഠിച്ചൊരു വ്യക്തിയായിട്ട് വരും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് അവിടെ വളരെ പ്രശസ്തിയായിട്ടുള്ള വളരെയധികം നല്ല രീതിയിൽ ഞങ്ങളെ സ്കൂൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു സ്കൂൾ ലീഡർ ഉണ്ടായിരുന്നു. വളരെ കഴിവുള്ളൊരു ലീഡർ ആയിരുന്നു. ആബ്സെന്റീസ് എത്രയാന്ന് പോലും എണ്ണാൻ അറിയില്ല. കൂടുതലായിട്ട് മുന്നിലിരിക്കുന്ന ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കുട്ടികളെ കണ്ണുരുട്ടി പഠിപ്പിച്ചാൽ എത്രയും നന്നടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്കൂൾ ലീഡർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ സ്കൂൾക്ക് നല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സ്കൂളുകളിൽ സ്വച്ഛ് വിദ്യാലയ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്കൂളുകളെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും കുറെ പ്രയത്നിച്ചു. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. കാരണം നമ്മളൊരു ഇതുപോലുള്ളൊരു കുഗ്രാമത്തിലുള്ള ഒരു ആരും അറിയപ്പെടാത്തൊരു ഹിഡൻ സ്ഥലത്തുള്ള ഒരു ഇത്ര പോകുന്ന ഒരു സ്കൂളായ ഞങ്ങളെ സ്കൂളിന് എന്ത് ചെയ്യാണ് അവാർഡ് കിട്ടുകയാണ്. അങ്ങനെ ആ അവാർഡ് വാങ്ങാനായിട്ട് സ്കൂളിലുള്ള സ്കൂൾ ലീഡറും ഹെഡ് മാസ്റ്ററും ആണ് പോണത്. അപ്പൊ സ്കൂൾ ലീഡർ പോകുമ്പോഴുള്ള യാത്രാ വിവരണം എഴുതിയ ഒരു ഇതാണ്. കഥയുടെ പേര് വന്നിട്ട് ലൈഫ് ഈസ് ഗോൾഡ് എന്നാണ്. നിങ്ങളത് കേൾക്കണം. ഇത് കേൾക്കണ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിക്കാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കഥകൾ അയച്ചു കൊടുക്കണം. എന്നിട്ട് ഓളുന്നുള്ളത് ഇത് എഴുതിയ ആളെ ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിക്കാനൊന്നും പറ്റില്ല. തുപ്പ് ഇനി അതിന്റെ കുറവ് കൂടെ ഉണ്ട്. തുപ്പി കാണിച്ചുതരാം. അപ്പൊ ഇതിന്റെ ഒരു ലാഘവത്തോടു കൂടി ഞാൻ വായിച്ചൊരു ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എനിക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണുന്നായിരുന്നു ഡൽഹി. അതൊക്കെ വെറുതെ ഞാൻ എഴുതുന്ന തള്ളു. എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമില്ല. ചുറ്റിക്കാണണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ എങ്ങോട്ട് പോയാലും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും റബീബയും ഇരുന്ന് പഠിക്കുമ്പോഴാണ് സ്കൂളിലെ എച്ചമായ ഷീജ ടീച്ചർ എന്നെ വിളിക്കുന്നത്. അയ്യോ, എന്റെ മനസ്സ് ആദ്യം പതറിപ്പോയി. കല്യാണം അറിയിക്കാനാണല്ലോ വിളിച്ചിരിക്കുന്നത്. പഠിച്ചോണി എന്തിനാണാവോ വിളിക്കണത്? അപ്പോഴേതാ ടീച്ചർ പറയുന്നു, നമുക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, നീ എന്റെ കൂടെ ഡൽഹിക്ക് വരുമോ എന്ന്. അമ്പടോ ഡൽഹിക്കോ, ഞാനോ? ആ മനസ്സിലൊരു ലട്ട് പൊട്ടി. അപ്പോഴും എന്റെ മനസ്സ് വിളിച്ചു പറയാ, ഇൻസാന ഡൽഹിക്കോ, നീയോ? അന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ഡൽഹി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പന്തലൂർ വരെ പോയ പരിചയം എനിക്കുള്ളൂ. അന്ന് ഞാൻ പറയുമ്പോ ഞങ്ങള് മറ്റേ അറ്റ്ലറ്റ് ബുക്കിൽ ഇങ്ങനെ ഡൽഹി, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലാണ്. അന്ന് ഇൻസാനം ഫ്ലൈറ്റിൽ തൂങ്ങി പിടിച്ച് ഡൽഹി പോകും. സൈഡ് സീറ്റിൽ നേരത്തെ പോണം, എന്നാലും സൈഡ് സീറ്റ് കിട്ടുള്ളൂ. ഇത് എക്കോ മാതിരി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഏതോ അചഞ്ചലമായ ഒരു ലോകത്ത് കഴിവ് അചഞ്ചലമായെന്നൊക്കെ ഞാൻ എഴുതാൻ അറിയും. മലയാളം ബുക്കിൽ ഒരു പാട്ടിലുണ്ടായ വേർഡാണ് അത് വായിക്കുന്നത്. അത് എഴുതി വെക്കുക. അചഞ്ചലമായ ഒരു ലോകത്തായി. എന്റെ അമ്മയെ സ്കൂള് മൊത്തം അറിഞ്ഞു. ഒരുപാട് സന്തോഷായി. ആദ്യം പറഞ്ഞ മൈസൂരിന് ചെന്നൈ വരെ ട്രെയിൻ എന്നും പിന്നീട് അത് ചെന്നൈയിന് ഡൽഹി വരെ ഫ്ലൈറ്റിലാണെന്നും ടീച്ചർ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ജിലേബിയാവും. അപ്പൊ ഇത് ലഡ്ഡു മാറി. അപ്പൊ എന്റെ മനസ്സിൽ ജിലേബിയാണ് പൊട്ടിയത്. അതെ, ജിലേബി കുറച്ചുകൂടി മധുരാണല്ലോ. അതന്നെ, അത് കാണാൻ റൗണ്ട് ഇരിക്കുന്നതല്ലേ. പിന്നെ പറഞ്ഞു ട്രെയിനിലാണ് എന്ന്.
അല്ല ഫ്ലൈറ്റിലാണ് എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ട്രെയിനിലാണ് എന്ന്. ചെറിയൊരു കടുക് കിട്ടി. അപ്പോക്കിനും ജിലേബി മാറി കടുകായി. ഫ്ലൈറ്റിലാണ് പോണേ പറഞ്ഞപ്പോ ചെറിയ ജിലേബി കിട്ടി. അപ്പൊ അത് മാറ്റി ട്രെയിനിലായപ്പോ നമുക്ക് ചെറിയ സാധനം കടുക് കിട്ടി. സാരല്ല, ട്രെയിൻ എങ്കിൽ ട്രെയിന്. അങ്ങനെ 29-ാം തീയതി പുറപ്പെടും എന്ന് ടീച്ചർ പറഞ്ഞു. 29/8/2017, അതായത് 9 വർഷം മുന്നേട്ടോ ഗൈസ്. അപ്പൊ രാവിലെ ഒരു 12 മണിയാകുമ്പോഴേക്കും ബത്തേരിയിലെത്താൻ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഉപ്പയും കൂടി ബത്തേരിയിലേക്ക് യാത്രയായി. ബത്തേരി എത്തി ടീച്ചറിനെ കാത്തു നിൽപ്പായി. അങ്ങനെ ടീച്ചർ എത്തി. ഞാനും ഉപ്പയും ടീച്ചറും മൈസൂർ ബസ്സിൽ കയറി യാത്രയായി. ടീച്ചർ നല്ല സന്തോഷകരമായി ആസ്വദിക്കുകയാണ് പ്രകൃതി ഭംഗി. ഈ എന്താ കാട്ടുന്നത്? ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഞാനും കുറെയൊക്കെ ആസ്വദിച്ചു. പിന്നീട് എന്റെ വയറ്റിലൊരു കാളൽ. എന്താ വിശന്നിട്ടിരിക്കും അതും അറിയില്ല. കിടക്കണം എന്ന് തോന്നി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, കുറെ കഴിഞ്ഞാൽ കാട്ടിൽ ആനയൊക്കെ ഉണ്ടാകുമെന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. ഞാൻ പതുക്കെ ഒന്ന് ഉപ്പാന്റെ ചാരത്തേക്ക് ചാരി. അറിഞ്ഞതായിരിക്കും പാവം. അതെ, ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ടീച്ചർ തട്ടി എണീപ്പിച്ചത്. ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ആനയെ പിന്നെ വേറൊരു ആനയെയും കണ്ടു. മൊത്തം 2 ആനയെ. അങ്ങനെ ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഈ ചഞ്ചല എനിക്കത് ഭയങ്കര കഴിവരുന്നു. ചഞ്ചല അഞ്ചല മാത്രമേ അറിയുള്ളൂ. അത് വെച്ച് ഞാൻ വാക്കുകൾ ഉണ്ടാക്കും. ഈ ചഞ്ചലത്തിന്റെ മീനിങ് എന്താ അതറിയില്ലല്ലേ? ഭയങ്കര ഭംഗിയായിട്ടുള്ള അർത്ഥമായിരിക്കും. അല്ല, എനിക്ക് തോന്നി നേരത്തെ അജഞ്ചലായിരുന്നു, ഇപ്പൊ ചഞ്ചല. അതാണ്, അതൊക്കെ കഴിവണത്. ഓക്കെ, അങ്ങനെ ചഞ്ചലമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മൈസൂരിലെത്തി. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. അവിടെ നിന്ന് 8 മണിക്കാണ് ട്രെയിൻ. ഞങ്ങൾ റെസ്റ്റ് റൂമിലിരുന്ന് സമയം ചെലവഴിച്ചു. എന്തിനാണ് വേറെ കിട്ടിയില്ല നിങ്ങൾക്ക് ഇരിക്കാന്? വെറുതെ ഇരുന്നില്ലാട്ടോ, ഞാനും ടീച്ചറും പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അങ്ങനെ 7:15 ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ യാത്രയായി. സമയൊക്കെ ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ട്രെയിൻ യാത്രക്കായുള്ള തുടക്കമായി. ഞാനും ടീച്ചറും ട്രെയിനിൽ കയറിയിരുന്നു. ഉപ്പ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഞാനും ടീച്ചറും ട്രെയിനിൽ ഇരുന്ന് ഫോട്ടോ നോക്കിയിരുന്നു. പിന്നെ യാത്രയായതിനാൽ ട്രെയിനിൽ പുറത്തേക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അഞ്ചിൻസാന രാത്രി ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഉറക്കമായി. അങ്ങനെ പ്രഭാതമായി. രാവിലെ 6 ആകുമ്പോ ഞങ്ങൾ എണീറ്റു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് പുറത്തെ പ്രകൃതിദത്തമായ ഭംഗി ആസ്വദിച്ചു. ഇങ്ങനെ കാര്യം എഴുതിയോ? പ്രകൃതിദത്ത ഒരു ചഞ്ചലവും ആസ്വദിച്ചിരുന്നു. 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ചെന്നൈയിലെത്തി എന്ന് ഉപ്പാനെ വിളിച്ചു പറഞ്ഞു. ശരിക്കും അവിടെ നിന്ന് ഞങ്ങൾ റെസ്റ്റ് റൂമിലേക്ക് പോയി പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ യാത്രയായി. പിന്നെ വെട്ടിയിട്ടുണ്ടല്ലോ. ശരിക്കും ഒരു കാര്യത്തിൽ എനിക്ക് ചൈതന്യമായ എനിക്കറിയില്ല, ഇതൊക്കെ മലയാളത്തിൽ ഏത് വേർഡ് റിവ്യൂ പറഞ്ഞ പോലെ അല്ലേ? ചൈതന്യ ധൃതരാഷ്ട്ര. ഒരു കാര്യത്തിൽ എനിക്ക് ചൈതന്യമായ ഒരു അനുഭവം തന്നു. ടീച്ചറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി പടയോ? അതെന്താ? ടീച്ചറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി പടയോ? ടീച്ചർ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കേണ്ടി വന്നു. അതാണ് ചൈതന്യമായ അനുഭവം. ടീച്ചർ ഇരിക്കാൻ എന്താണിത്? അത് വെട്ടി കിട്ടും, ചിലപ്പോ അത് ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, ശരിക്കും അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും അവരുടെ തിരക്കിട്ട ജോലികളെ അപഗ്രഹിച്ചിരിക്കുകയാണ്. അപഗ്രഥിച്ചിരിക്കുകയാണ്. സമയം സ്വർണമാണ് എന്നൊരു ചൊല്ല് എന്നെനിക്ക് അപ്പോൾ ശരിയല്ലേ? അന്ന് ഞാൻ എന്തോ ചിന്തിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ ഇപ്പോഴാണ് മന്ദബുദ്ധിയെ പോയിരുന്നത്. സമയം സ്വർണമാണ് എന്നൊരു ചൊല്ല് എനിക്ക് ഓർമ്മ വന്നു. അവിടെ നിന്നും ഞാനും ടീച്ചറും DPI എന്ന സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ 3 മണിക്ക് ഞങ്ങളെ തമിഴ്നാട്ടിൽ നിന്നുള്ള 25 സ്കൂളുകൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എന്നാൽ സമയനിഷ്ഠം അധികമായതുകൊണ്ട് ഞങ്ങൾ 11 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. സമയനിഷ്ഠ, അതെന്ത് നിഷ്ഠ? എനിക്കറിയില്ല എന്തൊക്കെ. അങ്ങനെ DPI എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. അവിടെ ഗായത്രി എന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. മര്യാദയോടുകൂടിയ സംസാരം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ചിരി. അതെങ്ങനെയൊക്കെ ചിരിച്ചിട്ടുണ്ടാവും ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ചിരി ഇഷ്ടമായി ടീച്ചറിന് ഒരുപാട്. അപ്പൊ ഈ എന്ത് നോക്കിയാണ് ടീച്ചർ ചിരി? ഞാൻ എന്നൊരു വായി നോക്കിയാണെന്ന് എനിക്ക് സംശയം.
അങ്ങനെ വലിയ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ആ മാഡം ഞങ്ങളെ കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ അടുത്തൊരു ഗവൺമെന്റ് മ്യൂസിയം ഉണ്ട്, നിങ്ങൾ അവിടെ വേണമെങ്കിൽ പോയിക്കൊള്ളൂ എന്ന് മാഡം ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാനും ടീച്ചറും യാത്രയായി. ശരിക്കും ആ ഗവൺമെന്റ് മ്യൂസിയം കാണേണ്ടതായിരുന്നു. നീലത്തിമിംഗലത്തിന്റെ ശരീരങ്ങൾ, വിവിധ തരം പക്ഷികളും വിവിധ തരം തവളകളും അങ്ങനെ ഒരുപാട് അവിടെ പോയിട്ട് വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലേ. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങളുമായ ആ മ്യൂസിക് സ്റ്റേഡിയം ശരിക്കും എന്റെ മനസ്സിനെ അചഞ്ചലമായി എനിക്ക് കിട്ടിയ അചഞ്ചലും ചഞ്ചലൊക്കെ അചഞ്ചലമായി തോന്നിയത് HM ടീച്ചർ എന്നെ കൈപിടിച്ച് ടീച്ചറിന്റെ കൂടെ നടത്തുമായിരുന്നു. അതൊന്നും ടീച്ചർ നല്ലോണം പൊക്കിക്കണം കേട്ടോ അതില്. പക്ഷെ അങ്ങനെ അന്ന് എനിക്ക് മിസ്സിന്റെ അടുത്ത് അത്ര എനിക്ക് സ്നേഹം തോന്നി വന്നിരുന്നു. ഓക്കെ, ശരിക്കും ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞാനും ടീച്ചറും കൂടെ കുറെ സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ ഉച്ചയായി ഞാനും ടീച്ചറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറി. സാമ്പാർ റൈസ് മതി എന്ന് പറഞ്ഞു. പാവാകെ ചെന്നിട്ട് വാടി സാമ്പാർ. അത് അറിയുള്ളൂ, ആ നാട്ടിലെ സാമ്പാർ റൈസ് എന്നൊക്കെ പറയുമ്പോ ബിരിയാണിക്ക് തുല്യ കേട്ടോ. ചെന്നൈയില് സാമ്പാർ റൈസ് തൈര് സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരത. ഞാൻ വിചാരിച്ചു സാമ്പാറും ചോറും ആയിരിക്കുമെന്ന്. എന്നാൽ അത് സാമ്പാറും ചോറും മിക്സ് ആയിട്ടുള്ള ഒരു സാമ്പാർ റൈസ്. വാട്ട് ഈസ് സാമ്പാർ റൈസ് ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സത്യല്ലേ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറെ സ്കൂളൊക്കെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഈ കാണുമ്പോൾ അങ്ങനെ 4:30 ആയപ്പോഴേക്കും എല്ലാ സ്കൂളും തന്നെ എത്തിച്ചേർന്നു. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ ചായയും കടിയും ലഭിച്ചു. ഇത് വാട്ടേറ്റിനെയാണ് അന്നേ എനിക്ക് തിന്നുന്നതിലൊക്കെ ഒരു ഹരാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ചില സ്കൂളുകളുടെ വീഡിയോ കാണിച്ചു തരികയുണ്ടായി. വായിച്ചോ. അത് കഴിഞ്ഞ് ഒരു 8 മണി ആയപ്പോ ഞങ്ങൾ രാത്രി ഭക്ഷണം ലഭിച്ചു. ഞങ്ങൾ ഞങ്ങൾ അത് കഴിച്ച് അവർ ഞങ്ങൾക്ക് റൂം സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങളെ വാനിൽ അങ്ങോട്ട് യാത്രയാക്കി. അവിടെ കിടന്നുറങ്ങി. ഞാനും ടീച്ചറും ഒരുമിച്ച് കിടന്നു. അതൊക്കെ ആദ്യമൊക്കെ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ മാറി. ശരിക്കും 2 ദിവസത്തിലധികം എന്റെ ഉമ്മയെ വിട്ട് ഞാൻ നിൽക്കില്ല. അതൊക്കെ വെറുതെ പറഞ്ഞ് തള്ളുന്നതായിരുന്നു ഞാന്. എന്തോ ഒരു ദിവസം ഞാൻ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞോ. നമ്മളെ അസംബ്ലിയിൽ നിർത്തി വായിപ്പിച്ചിരുന്നോ? വെറുതല്ല, തള്ളിയതാട്ടോ അത്. ഞാൻ 5 മാർക്ക് മാത്സിന് കൂടുതൽ കിട്ടാൻ വേണ്ടി എന്തൊക്കെ എഴുതി വെച്ചു. എന്റെ ഉമ്മയെ വിട്ട് ഞാൻ നിൽക്കില്ല. ഈ 6 ദിവസം എന്റെ ഉമ്മയില്ലാത്ത വിഷമമേ എനിക്ക് തോന്നിയില്ല. കാരണം മിസ് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ടീച്ചർ എന്റെ ഉമ്മയെ പോലെ ആയിരുന്നു. പിന്നീട് 6:30 ആകുമ്പോഴേക്കും മാറ്റി റെഡിയായി നിൽക്കണമെന്ന് മാഡം ആവശ്യപ്പെട്ടു. അങ്ങനെ 31-ാം തീയതി 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. ഹായ്, ഇന്ന് ഫ്ലൈറ്റിൽ പോണ സന്തോഷത്തിലാണ്. അങ്ങനെയല്ല, ഹായ് ഹായ് അങ്ങനെയായിരുന്നു. ഹായ് ഹായ് ഇന്ന് ഫ്ലൈറ്റിൽ പോണ സന്തോഷത്തിലാണ് അങ്ങനെയാണ് വായിക്കണത്. പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. അതിൽ നിന്ന് അവിടെ നിന്ന് വന്ന കുട്ടികൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അക്കാ നീങ്ക യാർക്കിട്ടേയും പേസ മാട്ടിയാ, ഉങ്ക മിസ് കിட்ட മട്ടുമാ പേസുന്നത് തമിഴിൽ എഴുതിച്ചു. ഞാൻ അല്ലല്ല എല്ലാരടുത്തും ഉണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്രയായി. അങ്ങനെ കുറച്ച് സമയത്തിനകം എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി അതാ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നു. ടീച്ചർ അത് കാണിച്ചു തന്നു. ഞങ്ങൾ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അതിനുശേഷം എയർപോർട്ടിലെത്തി. ഗായത്രി മാഡം എയർപോർട്ടിൽ കാണിക്കാൻ ഓരോ പേപ്പറും തന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് യാത്രയായി. ഹാവൂ, എന്താ ഒരു തണുപ്പ് അവിടെ. AC ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടി അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. എയർപോർട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗും മറ്റു സാധനങ്ങളും എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ എയർപോർട്ടിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനകം ഞങ്ങൾക്ക് ഫ്ലൈറ്റിനുള്ള സമയമായി. ആദ്യം നമ്മളൊരു ബസ്സിൽ കയറി എയർ ഇന്ത്യ എന്ന ഫ്ലൈറ്റിനടുത്ത് എത്തണം. ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിന്റെ പേര് എയർ ഇന്ത്യ എന്നാണ്. അതിലിപ്പോ മേലെ പറഞ്ഞ ഞാനാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴേ. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഗായ്സ്. ശരിക്കും അതിന്റെ തടി അത് വായിച്ചവരെല്ലാരും കളിയാക്കും. ശരിക്കും അതിന്റെ തടിയും മണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമായത്. അല്ല, മ്യൂസിയത്തിൽ കണ്ട നീലത്തിമിംഗലത്തിന്റെ മര്യാദ തോന്നിയോ? അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് യാത്രയായി. നമസ്കാരം പറയാൻ ഒരു സുന്ദരിയായ ചേച്ചി. ഞാൻ അതിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല. അതും വയോകിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. കളഞ്ഞില്ലേ?
പിന്നീട് ഞങ്ങൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. സീറ്റ് നമ്പർ എല്ലാം ആദ്യമേ തന്നെ അതിൽ ഇട്ടിരുന്നു. എന്റെയും ടീച്ചറുടെയും സീറ്റ് വേറെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലൊരു ചെറിയ വിഷമം അനുഭവപ്പെട്ടു. അങ്ങനെ ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടണം എന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫ്ലൈറ്റ് റെയിൽവേയിലൂടെ റെയിൽവേയിലൂടെ കുറച്ചു നേരം ഓടിയെന്ന്. റൺവേയിലൂടെ കുറച്ചു നേരം ഓടിയെന്നുള്ളതിന് റെയിൽവേയിലൂടെ കുറച്ചു നേരം ഓടിയെന്ന്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു ഫീലിംഗും അനുഭവപ്പെട്ടില്ല. ഇനി ബാക്കി ഫീൽ അനുഭവപ്പെട്ടതേ വായിച്ചോ. ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഫ്ലൈറ്റിൽ ഒരു പൊങ്ങലുണ്ടായത്. ശരിയാ, അതിനുശേഷം ഫ്ലൈറ്റ് ഒരു പൊങ്ങലുണ്ടായി. അയ്യോ, അത് ഓർക്കുമ്പോ നെഞ്ചിൽ ഇപ്പോഴും ഒരു ചെറിയ കാളല. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ടീച്ചർ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ എന്ന് ചോദിക്കും. ശരിക്കും അന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പറന്നുയർന്നു. കുറെ സമയത്തിന് ശേഷം ഭക്ഷണം ലഭിച്ചു. കണ്ടാൽ തിന്നണം എന്ന് തോന്നും, എന്നാൽ തിന്നാൻ അത്ര വലിയ ടേസ്റ്റും ഇല്ല. അതിനുശേഷം ജനലിന്റെ അരികിൽ നിന്നും നോക്കിയപ്പോൾ വർണ്ണിക്കാൻ കഴിയാത്തത്ര ഭംഗിയുള്ള മേഘങ്ങൾ. ഓളെ സ്വഭാവം വെച്ചിട്ട് എനിക്കറിയാം, കേറി അപ്പുറങ്ങിയിട്ടുണ്ടാവും. ഇനി ബാക്കി ഇതിലെവിടെ? എനിക്ക് തോന്നുന്നു ഇനി ഇല്ലാന്ന്. ഇനി ബാക്കി ആ ഡയറിയിലായിരിക്കും. യെസ് ഗൈസ്, ബാക്കി കാണുന്നില്ല ഗൈസ്. പക്ഷെ ഉണ്ട്, ബാക്കി ഉണ്ട്. അത് ഇവിടെ ഒരു ഡയറിയാണ്. ഇതൊക്കെ മൊത്തം ഇങ്ങനെ പീസ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ നിന്നും ആകെ ഞാൻ എന്താ പറയാ പിടിച്ചെടുത്ത സാധനം ചൈതന്യം, അജഞ്ചലം, അത്യപൂർവം, ചഞ്ചലമായ. ഇതിന്റെയൊക്കെ മീനിങ് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം എന്താണ്. അല്ല, ഇതിന്റെ ബാക്കി ഉണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും പറയാം ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കുറെ ലോങ് ആയി ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരണോന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് ഇൻസാനെ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ഓരോ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.